സസ്യലോകത്തിൻ്റെ തന്നെ മോഹിനി ഭാവത്തിൽ നിന്നും ഈ ശൈവശക്തിയിൽ ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. അവിടെയാണ് ബ്രഹ്മശക്തി ജലത്തിൻ്റെ മായ മാത്രമാകുന്നത്. നമ്മൾ ജലത്തിൻ്റെ മായ മാത്രമാണ്, അത് മായുന്നതുമാണ്, അത് രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ മറയുന്നതുമാണ്. ഇതാണ് ഈ മായ എന്ന് പറയില്ലേ. അപ്പോൾ ഈ ശാസ്താവ് ശരിക്കും ഇവിടെ രജസ്വലുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് പ്രവേശനം വേണ്ട എന്ന് കാണിച്ചിരിക്കുന്നത് അടയാളം തന്നെയല്ലേ ഇത്? അതല്ല, നൈഷ്ഠികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നൈഷ്ഠികമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം എന്ന് അറിയുമ്പോഴാണ് ഈ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഉണ്ടോ എന്ന് അറിയുന്നത്. മാതൃലോകത്തിൻ്റെ വയറുവേദനയെ ശമിപ്പിക്കാൻ, ഭ്രൂണഹത്യാ സാധ്യതകളെ ഇല്ലാതെയാക്കുവാൻ, അതായത് ഒരു കാലത്ത് ഗർഭം എന്ന് പറയുന്ന അവസ്ഥ പോലും, അതായത് വംശം തന്നെ നിന്നു പോകുമെന്ന് പറയുന്ന ഒരവസ്ഥയിൽ ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപമാണ് ഇതിന് കാരണമെന്നും അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ മഹാവൃക്ഷ പ്രകൃതിയുടെ ഈ പത്രങ്ങളെ കൊണ്ട് ആശുപത്രികളെ നിർമ്മിച്ച് ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ ഉയരം കൂട്ടിയിട്ട് ഇവിടെ മഴയെ പെയ്യിക്കുന്ന ശാസ്ത്രവിധിയാണ് ഈ ക്ഷേത്രവിധി. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആർക്ക് വേണ്ടിയിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്? രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ പോകുന്നത്. കാരണം മാതൃലോകത്തിൻ്റെ ഉദരസംബന്ധമായിട്ടുള്ള രോഗ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ശബരിമലയ്ക്ക്. ഒരു കാര്യം, അങ്ങ് ശൂരപത്മാവെന്ന് പറഞ്ഞല്ലോ, ഒരു നിർവചനം അതിനും തരാമോ? ശൂരപത്മാവ് എന്ന് പറഞ്ഞാൽ നിർവചനം ഒന്നുകൂടെ. സൂര്യതാപമാണ്. സൂര്യപത്മാവ് സൂര്യതാപം എന്ന് മാത്രം? തീർച്ചയായിട്ടും അതെ. ഈ കടലിലെ ജലത്തെ തിളപ്പിക്കുന്നത് ഇതേ സൂര്യനാണ്, ഇതേ സൂര്യകിരണങ്ങളാണ് അവിടെ തിളപ്പിക്കുന്നത്. അതെ, അന്തരീക്ഷത്തിൽ ഈ ജലത്തെ റീഫിൽ ചെയ്ത് നിർത്തുന്നത് ഈ വൈഷ്ണവ ശക്തിയാണ്. അന്തരീക്ഷത്തിൽ ജലാംശമില്ലെങ്കിലോ വിഷ്ണുവാണ്. കടലിലെ ജലം തിളയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? മരുഭൂമിയിൽ നമുക്ക് 12 മണിക്കൂർ വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവിടെ വൈഷ്ണവ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ ജീവലോകം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അവിടെ വൈഷ്ണവ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. വൈഷ്ണവ ശക്തിക്ക് മാത്രമാണ് ഈ സൂര്യതാപത്തിൻ്റെ ഈ ശൂരപത്മാവ് എന്ന് പറയുന്ന ആസുരികതയെ അതിജീവിച്ച് ഇവിടെ ജീവനെ സൃഷ്ടിക്കുവാൻ, മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെച്ച് ശബരിപീഠത്തിൽ ലോകമാതാവിനെ പ്രതിഷ്ഠിക്കാൻ കഴിയും. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ ശൈവശക്തി മഹാവൈഷ്ണവ ശക്തിയുമായി ചേരുമ്പോൾ ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. മനസ്സിലായി? അതായത് മനസ്സും ശരീരവും ചേർന്ന അവസ്ഥയിൽ അതിൻ്റെ ഉയർന്ന തലത്തിൽ മനസ്സിൻ്റെ പൊക്കിൽ കൊടിയിൽ നിന്നും ജനിക്കുന്ന സഹസ്രതല പത്മത്തിൽ ബ്രെയിനിൽ വിരിയുന്നതാണ് ബ്രഹ്മശക്തി. അത് ശരീരത്തിൽ ശൈവശക്തിയാൽ ശരീരത്തിലും വൈഷ്ണവശക്തിയാൽ ഹൃദയശനായിരിക്കുന്ന വിഷ്ണുവിനാലും ഉദിക്കുന്നതാണ് ബ്രഹ്മകപാലത്തിനകത്തുള്ള ബ്രഹ്മശക്തി. അപ്പോൾ ആ ബ്രഹ്മശക്തിയെ അവിടെ പ്രതിഷ്ഠിച്ചിരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിട്ട് സാത്വിക ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെല്ലാം രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് പഠനത്തിൽ സാത്വിക ഗുണത്താൽ ശൈവശക്തിയാൽ പഠനത്തിൽ മുഴുകണം. വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളുള്ള കാമക്രോധങ്ങളെ ജനിപ്പിക്കുന്ന ഈ രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിട്ട് മാത്രമാണ് ഈ മണ്ണിൽ വൈഷ്ണവത്തിൻ്റെ മോഹിനീഭാവത്തിലൂടെ ബ്രഹ്മശക്തിയിലൂടെ ശബരിപീഠത്തിൽ ലോകമാതാവിനെ പാർവതിയെ പ്രതിഷ്ഠിച്ച് ഉറപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. അവിടെ മാത്രമാണ് ഈ വൈഷ്ണവശക്തിയിൽ നിന്നും, വൈഷ്ണവശക്തിയുടെ മോഹിനീഭാവത്തിൽ നിന്നും പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം ജനിക്കുക. അതായത് ജീവാത്മശക്തി സസ്യലോകമാണ്. ഇച്ചിരി ടഫാണ്. ജീവാത്മശക്തി എന്ന് പറഞ്ഞാൽ സസ്യലോകമാണ്. ജീവനാത്മാവേക്കുന്നതെന്തോ അതാണ് ജീവാത്മശക്തി. ആ ജീവാത്മശക്തിയുടെ മഹാവൈഭവത്തിൽ നിന്നും ജനിക്കുന്നതാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം. ആ ജന്തുലോകത്തെ ജനിപ്പിക്കണമെങ്കിൽ ഈ ജീവാത്മാവായിരിക്കുന്ന സസ്യപ്രകൃതിയിൽ നിന്നും ജന്തുലോകമായിരിക്കുന്ന ചരിക്കുന്ന സഞ്ചരിക്കുന്ന തലകളുള്ള ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ അവിടെ വിഷ്ണുവും ഈ ശൈവശക്തിയും മാത്രം മതി. ഈ ഹരിതലോക ശക്തിയും ഭൂമിയും മാത്രം മതി. അങ്ങ് പറഞ്ഞത് മുഴുവനൊന്നും ഉടനെ ഗ്രഹിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു പോവുക. ഇത് ഏത് ഗ്രന്ഥത്തിലാണ്, ഏത് വേദഗ്രന്ഥത്തിലാണ് നിർവചിക്കപ്പെട്ടുള്ളത്? എവിടെ നിന്നാണ് അങ്ങേക്ക് ഇത് കിട്ടിയത്? എന്താണ്, ഏത് ഗ്രന്ഥം? നമ്മൾ ഏതെങ്കിലും പുരാണ ഗ്രന്ഥങ്ങളുള്ളതായിട്ട് അറിയില്ല, ഒരു പണ്ഡിതന്മാരും പറഞ്ഞറിയില്ല. അങ്ങേക്ക് ഇത് എങ്ങനെ സിദ്ധിച്ചു? അതാണ് ഇത് ആര്യൻകാവാണ്. ആര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേഷ്ഠ, അയ്യ. ആര്യ എന്ന പദത്തിൽ നിന്നാണ് അയ്യ എന്ന് പറയുന്നത്. ഇത് പ്രതിഷ്ഠിച്ച ഈ
നമ്മളുടെ ഗുരുസ്ഥാനീയനായിട്ടുള്ള അവതാരമായിരിക്കുന്ന ഈ പരശുരാമനെ ഇത് സിദ്ധിച്ചിട്ടാണല്ലോ അദ്ദേഹം അവിടെ വന്നത് ചെയ്തത്. ആ ഈ ത്രിഗണ വൈഭവത്തിൽ ഈ ശ്രീരാമൻ്റെ ത്രിഗണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും നിർമ്മിതി. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു വാക്കുണ്ട്, 5 സെൻറ്റോ 10 സെൻറ്റോ 50 ഏക്കറോ കിട്ടിയാൽ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ക്ഷേത്രം. ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങ് ശിവക്ഷേത്രം എന്നൊരു ബോർഡ് കണ്ടു, ആ സ്ഥലത്ത് മണ്ണിനാണ് പ്രാധാന്യം എന്ന് ഉറപ്പിക്കാം അങ്ങക്ക്. ആ ശിവക്ഷേത്രം എന്ന ബോർഡ് കണ്ടാൽ അവിടെ പ്രാധാന്യം ആ പ്രോട്ടോൺ എന്ന് പറയുന്ന കണത്തിലെ, മണ്ണും ജലവും ചേർന്നതാണ് പ്രോട്ടോൺ, ആ പ്രോട്ടോൺ എന്ന് പറയുന്ന കണത്തിലെ മണ്ണിനാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങക്ക് വേറൊരു കാര്യം കൂടി ഉറപ്പിക്കാം, അവിടെ ജലത്തിന് ഇച്ചിരി ലഭ്യത കുറവുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അവിടെ ക്ഷേത്രത്തിൽ ഒരു മണിക്കിണർ മാത്രമേ ഉണ്ടാവുള്ളൂ, ശിവക്ഷേത്രം എന്ന് കണ്ടാൽ. അപ്പോൾ ആരെങ്കിലും അവിടെ സ്ഥലം മേടിക്കാൻ വരുവാണെങ്കിൽ അങ്ങക്ക് എന്ത് പറയാം, അവിടെ വെള്ളത്തിന് ഇച്ചിരി ഷോർട്ടേജ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കാം. തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതേസമയം ആ ബോർഡ് മഹാദേവ ക്ഷേത്രം എന്നാണെങ്കിൽ ധൈര്യമായിട്ട് അവിടെ പോയി താമസിച്ചോട്ടോ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വസിക്കേണ്ട ഇടമാണ്, അവിടെ മണ്ണും ജലവും ചേർന്നിരിക്കുകയാണ്. ഈശാന കോണിൽ ഒരു വലിയ തീർത്ഥക്കുളം അങ്ങക്ക് പ്രതീക്ഷിക്കാം, 100% ഉറപ്പിക്കാം. ഈശാന കോണിൽ ഒരു തീർത്ഥക്കുളം, മണ്ണും ജലവും ചേർന്നിരിക്കുകയാണ്, സമാസനം. അവിടെ ഒരു വെള്ളത്തിന്, അതായത് ജലത്തിന് ലഭ്യതയുണ്ട്, ദുർലഭമല്ല. അപ്പോൾ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മണ്ണിനെയും ജലത്തെയും സപ്പോർട്ട് ചെയ്യേണ്ട ഇടമാണ്, ചേർന്നിരിക്കേണ്ട ഇടമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ആ ക്ഷേത്ര സംവിധാനം. ക്ഷയത്തിൽ നിന്നും ക്ഷതത്തിൽ നിന്നും ക്ഷാമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രയന്ത്രമാണ് ഇത്. അപ്പോൾ ഈ സാധാരണഗതിക്ക് മറ്റൊന്നും കൂടി പറഞ്ഞിട്ടേക്കാം, അതായത് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു വിഷ്ണു ക്ഷേത്രം എന്ന് മാത്രമാണ് ബോർഡ്. അങ്ങേക്ക് ഉറപ്പിക്കാം അവിടെ ജന്തുലോകത്തിന് പ്രാധാന്യമില്ല, സസ്യപ്രകൃതിക്കാണ് പ്രാധാന്യം. അതേസമയം അവിടെ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണെങ്കിൽ അവിടെ വസിക്കാം അങ്ങേക്ക് സുഖമായിട്ട്. കാരണം അവിടെ മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന, അതായത് സസ്യലോകത്തിനും ജന്തുലോകത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. അത് പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു ഇടമായതുകൊണ്ടാണ് ആ ജൈവശക്തിയുടെ 2 ഭാവങ്ങളായിരിക്കുന്ന ഈ യുഗ്മ സഞ്ചാരം ചെയ്യുന്ന സസ്യലോകവും ജന്തുലോകവും ഒന്നിച്ച് വസിക്കുവാൻ യോഗ്യമായിട്ടുള്ള ഇടമാണ്. അങ്ങനെ ആ സസ്യലോകത്തെയും ജന്തുലോകത്തെയും ഒന്നിച്ച് പരിപാലിക്കേണ്ട ആ ഇടമാണ് ആ ക്ഷേത്രദേശം, മഹാവിഷ്ണു എന്ന് കണ്ടാൽ. ഇനി സുബ്രഹ്മണ്യൻ എന്നാണ് ബോർഡ് കാണുന്നത്, അതൊരു മൗണ്ടിൻ്റെ മുകളിലാണ് എന്ന് 100% അങ്ങേക്ക് ഉറപ്പിക്കാം. അവിടെ മഴ പെയ്യുന്നതിന് കാരണം ആ മൗണ്ടാണെന്നും അങ്ങേക്ക് വിശ്വസിക്കും. സാധാരണ എല്ലാവരും വിചാരിച്ചത് ശിവക്ഷേത്രം എന്ന് കണ്ടാലും മഹാദേവ ക്ഷേത്രം എന്ന് കണ്ടാലും മഹാക്ഷേത്രം എന്ന് കണ്ടാലും ശിവക്ഷേത്രം എന്നുള്ള സങ്കല്പം മാത്രമേ ഉള്ളൂ. ഇത് അങ്ങ് പറയുന്ന വേർതിരിച്ച് മനസ്സിലാവുന്നില്ല. ഇനി അന്തിമഹാകാലം എന്ന് വിചാരിക്കുക, അന്തിമഹാകാള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ്. അവിടെ നിന്നാൽ അസ്തമയം കാണാം, അതിന് പടിഞ്ഞാറ് ഭാഗത്ത് തീർത്ഥമുണ്ട് എന്നർത്ഥം. അത് ശരി. രുദ്രനാണെന്ന് പറഞ്ഞാലോ വെള്ളം കിട്ടില്ല, രൗദ്രഭാവം തന്നെയാണ് ചെയ്യുന്നത്. രുദ്രാക്ഷം പോലെ ഉണങ്ങി വരേണ്ട ഒരു മൗണ്ടിൻ്റെ മുകളാണ്, അത് ഉയർന്ന പ്രദേശമാണെന്ന് ശരിയാ. അതിൻ്റെ തെക്കോട്ട് ചരുവാണെന്നും കൂടി അകക്കണ്ണിൽ നിന്ന് കാണാം. ഇത്ര വൃത്തിയായിട്ടുള്ള ശാസ്ത്രമാണ് ക്ഷേത്രത്തിൽ. ശിവനും അകക്കണ്ണുണ്ട്, 3-ാം തൃക്കണ്ണിൽ അഗ്നിയാണ്. നമ്മൾ വെളിച്ചത്തിലേക്ക് നോക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് കറുത്ത കൃഷ്ണമണിയാണ് ഈ പ്രകാശത്തിലേക്ക് നോക്കുവാനായിട്ട്, അല്ലേ? നമുക്ക് അജ്ഞാതമായിരിക്കുന്ന ലോകത്തിലേക്ക്, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളിലേക്ക് അകക്കണ്ണ് കൊണ്ട് നോക്കണമെങ്കിലോ നമ്മളുടെ കണ്ണിൽ എന്തായിരിക്കും? നമ്മളുടെ കണ്ണിൽ ജ്ഞാനത്തിൻ്റെ അഗ്നി തന്നെ ഉണ്ടാവും. അതാണ് ശിവൻ്റെ അകക്കണ്ണ്, 3-ാം തൃക്കണ്ണിൽ അഗ്നിയാകുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ജ്ഞാനദൃഷ്ടിയാലാണ് നമുക്കത് നോക്കിക്കാണാൻ പറ്റുള്ളൂ. ആ ജ്ഞാനദൃഷ്ടിയാൽ നോക്കുമ്പോൾ മാത്രമാണ് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാവുന്നത്. അല്ല, അത് നമ്മുടെ കണ്ണുകൾ പകൽ നോക്കും, അപ്പോൾ രാത്രിയിൽ കണ്ണ് കാണുന്ന ജീവികളുണ്ടല്ലോ. അപ്പോൾ അങ്ങൊന്ന് ടോർച്ച് അടിച്ചാൽ കണ്ണിലേക്കൊന്നും നോക്കണം. അപ്പോൾ വെളിച്ചാ കാണുന്നത്, അപ്പോൾ അഗ്നിയല്ലേ കാണുന്നത്? അതെ അതെ. ഇരുളിലേക്ക് നോക്കാനായിട്ട് തൃക്കണ്ണിൽ അല്ല, നമ്മളുടെ സാധാരണ പൂച്ചയുടെ പട്ടിയുടെയും കണ്ണിൽ നോക്കിയാലും എന്ത് കാണാൻ പറ്റും? അഗ്നി കാണാൻ പറ്റും, അല്ലേ? കൃഷ്ണമണി അപ്പോൾ അഗ്നിയായി. അപ്പോൾ നമുക്ക് അജ്ഞാതമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് അകക്കണ്ണ് കൊണ്ട് നോക്കണമെങ്കിൽ ഉള്ളിൽ എന്ത് വേണം? ആ അഗ്നിയുടെ പ്രഭ വേണ്ടേ? വേണം. ജ്ഞാനത്തിൻ്റെ പ്രഭയിൽ നിന്നാണ് അജ്ഞാതമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കി
ആ അജ്ഞതയിൽ നിന്നും നമ്മൾ തപ്പി, ആ അജ്ഞാതമായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ എന്തിനെ തപ്പിയെടുക്കുന്നത്? ജ്ഞാനത്തെ കണ്ടെത്തുന്നത്. ശരിക്കും കണ്ണിൽ, അകക്കണ്ണിൽ ആ വെളിച്ചമുണ്ടെങ്കിൽ, ഉള്ളിൽ ആ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അജ്ഞാതമായിരിക്കുന്നതിനെ കണ്ടെത്തി നമുക്കതിനെ മാറ്റം വരുത്തുവാൻ കഴിയും. ഈ കണ്ണുകൊണ്ടാണ് ആര് നോക്കേണ്ടത്? നൈഷ്ഠിക ബ്രഹ്മചാരികൾ പ്രപഞ്ചത്തെ കാണേണ്ടത്. അകക്കണ്ണുകൊണ്ട് നോക്കണം. ശൈവശക്തിയായിരിക്കുന്ന ഈ ഭൂമിയിൽ ബ്രഹ്മശക്തിയായിരിക്കുന്ന ആ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അകക്കണ്ണ് കൊണ്ട് വീക്ഷിക്കുമ്പോൾ മാത്രമാണ് ഈ ക്ഷേത്രത്തെ എല്ലാം ഇതേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ രുദ്രനാണ് ശിവൻ എന്ന് പറഞ്ഞാൽ, ശിവൻ രുദ്രനാണ്, പക്ഷേ സ്വഭാവത്തിൽ വ്യത്യാസം. അന്തിമഹാകാലനാണെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. മഹാദേവനാണെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഈ പരമശിവനാണെന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് ഉറപ്പിക്കാം അത് വലിയ തീർത്ഥത്തിൻ്റെ കരയിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. പരമശിവ ക്ഷേത്രങ്ങൾ സമുദ്രത്തിൻ്റെ തീരത്താണ് ഇരിക്കുന്നതെന്ന് 100% ഉറപ്പിക്കാം. കാരണം എന്താണ്? മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾക്ക് ഒരുപോലെ പരിപൂർണാമൃതമായിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങൾ പരിശോഭിക്കുന്ന ഇടത്ത് മാത്രമേ പരമശിവ ക്ഷേത്രങ്ങളുണ്ടാകൂ. പരമാണുവിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് പരമശിവൻ എന്ന് പറയുന്ന ഈ ഭീമൻ എന്ന് പറയുന്ന ഈ ഭൂമി. അപ്പോൾ പരമശിവ ക്ഷേത്രം എന്ന് കണ്ടെന്നാൽ അങ്ങക്ക് 100% ഉറപ്പിക്കാം അത് മിക്കവാറും സമുദ്ര തീരത്തായിരിക്കും, അല്ലെങ്കിൽ അത്രയും വലിയ തടാകത്തിൻ്റെ തീരത്തായിരിക്കും. കാരണം അഗ്നിക്കും ആകാശത്തിനും വായുവിനും ജലത്തിനും മണ്ണിനും തുല്യ പ്രാധാന്യമുള്ള ഇടമാണതെന്ന് വിചാരിക്കാം. അപ്പം നമ്മളുടെ പൂർവികരുടെ ഈ ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞിട്ടുള്ള, ഉദിച്ചിട്ടുള്ള ഈ ശാസ്ത്ര വൈഭവത്തിൽ നിന്ന് മഹാശാസ്ത്ര നിലയങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങൾക്ക് ഓരോ ക്ഷേത്രത്തിനും ഓരോ വൃക്ഷങ്ങളെപ്പോലെ ഓരോ ജനിതഘടനയുണ്ട്. ആപ്പിള് തിന്നുന്ന രീതിയിൽ ഓറഞ്ച് തിന്നാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ജനിതഘടനയുണ്ട്, ഓരോ ആചാരവിശേഷങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ ശബരിമലയിലെ ആചാരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർദ്ദിഷ്ട കാര്യം